ഇന്നത്തെ നമ്മളെ പരിപാടി പറഞ്ഞാൽ നമ്മൾ ഈ പൈപ്പും മോട്ടറൊക്കെ വാടകയ്ക്ക് എടുത്ത് നമ്മളെ കമ്പനിക്കാരൻ്റെ വീട്ടിലുള്ള ഒരു കിണർ വറ്റിക്കാൻ വേണ്ടി പോകട്ടോ. കിണർ വറ്റിച്ചെങ്ങാണ്ട് കുറച്ച് മീനെ പിടിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ പൈപ്പും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കിണർ വറ്റിക്കേണ്ട സ്ഥലത്ത് എത്തിന് കേട്ടോ. ഈ ഒരു കിണറാണ് നമുക്ക് വറ്റിക്കേണ്ടത്. അടുത്ത് കയറിന് മുകളിൽ കെട്ടിട്ട് മെല്ലെ ഇറക്കല്ലേ. തള്ളിപ്പോലല്ലോ. അങ്ങനെ നമ്മൾ മോട്ടറൊക്കെ കണക്ട് ചെയ്ത് കണ്ട് മെല്ലെ കിണറ്റിൽ ഇറക്കാൻ വേണ്ടി പോകും കേട്ടോ. കിണറിന് വലിയ ആഴമൊന്നുമില്ല, ചെറിയൊരു കിണറാണ്. എന്നാലും വെള്ളം നല്ല കലക്കുണ്ട്. ഇപ്പോൾ മീനൊക്കെ അടിയിൽ പോയി കിടക്കുക കേട്ടോ. കുറേ നമ്മൾ മുകളിൽ നിന്ന് കോരാൻ വേണ്ടി നോക്കി, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ വറ്റിച്ച് എല്ലാത്തിനും മെല്ലെ പൊക്കാൻ നോക്കണം. അങ്ങനെ ഒരുവിധം നമ്മൾ കിണറിൻ്റെ അടിയിലേക്ക് മോട്ടർ എത്തിച്ചിട്ടുണ്ട്. മോട്ടർ ഓണാക്കിയ സമയത്ത് നല്ല രീതിയിൽ തന്നെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വറ്റി കിട്ടുന്നുണ്ട്. ഇത് ഒരു വയൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ല രീതിയിൽ ഉറവും വരുന്നുണ്ട്. അപ്പോൾ വെള്ളം വറ്റുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെള്ളം വരുന്ന വെച്ചാൽ മീനുകളൊക്കെ നല്ല പൊന്തി വരുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് നമ്മൾ ഒന്നും കണ്ട് വലയെടുത്ത് നല്ല കോരിയൊക്കെയുള്ള ശ്രമം നടത്തുന്നുണ്ട്. വെള്ളം നല്ല കലക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് മീൻ വെട്ടിപ്പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ കോരി എടുക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ വെള്ളം വറ്റുന്നത് നമ്മൾ കാത്തുന്നേ പറ്റുള്ളൂ. നമ്മൾ കൊണ്ടുവന്ന മോട്ടറെല്ലാം അടിപൊളി മോട്ടർ തന്നെ കേട്ടോ. വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി കിട്ടുന്നുണ്ട്. വെള്ളം വറ്റി കിട്ടുന്ന അനുസരിച്ച് ഉറവ് വന്നിട്ട് അതെന്ന് അറിയുന്നു കേട്ടോ. അപ്പോൾ മോട്ടർ നമ്മളെന്തായാലും എടുക്കുന്നില്ല. മോട്ടർ നമ്മൾ കിണറിൽ വെച്ച് തന്നെയാണ് മീനെ കോരി എടുക്കാൻ നോക്കുന്നത്. അങ്ങനെ വെള്ളം നമ്മൾ ഒരു ദിവസം വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ കിണറിൽ ഇറങ്ങിയിട്ട് തപ്പി വെക്കലാണ്. കിണറിൽ മെല്ലെ ഇറങ്ങിയിട്ട് മെല്ലെ മീനെ തപ്പി വെക്കണം. അങ്ങനെ വലിയ ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡ് ചവിട്ടി മെല്ലെ ഇറങ്ങാം കേട്ടോ കിണറ്റിൽ. ഇത് റിങ് ഇറക്കിയ പഴയ കിണറായതുകൊണ്ട് തന്നെ സുഖത്തിൽ നമുക്ക് ചവിട്ടി മെല്ലെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് മീനെ തപ്പി വെക്കാം. പിന്നെ ഇതിൽ എത്ര മീൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഓടി നോക്കിയാൽ അറിയണം കേട്ടോ. കാരണം ഇത് കുറേ കൊല്ലം മുന്നേ കൊണ്ടിട്ട മീനുകളാണ്. ഇതിൽ ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആൾ താമസമില്ലാത്തതുകൊണ്ട് തന്നെ മീനൊക്കെ ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇത് കോരി നോക്കിയിട്ട് എത്ര മീൻ ഉണ്ട് നോക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ മീനുകളെ കിടപ്പുള്ളത് നോക്കണം. അങ്ങനെ വല മെല്ലെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മെല്ലെ കോരി നോക്കിയിട്ട് അതൊക്കെ മീനെ കിട്ടും നോക്കണം. പിന്നെ ചവലൊക്കെ വീണുങ്ങാണ്ട് നല്ല രീതിയിൽ ചളിയെ കിടക്കണ്ടോ. നല്ല രീതിയിൽ ചളി അടിയിൽ കിടക്കുന്നുണ്ട്. ഒക്കെ മെല്ലെ ഒന്ന് കോരിയെടുത്ത് നോക്കണം. അങ്ങനെ വെള്ളമൊക്കെ കലക്കിയതും ചണ്ടിയൊക്കെ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഒരാളും കൂടി മെല്ലെ ഇറങ്ങിയിട്ട് അടിയിൽ നിന്ന് മെല്ലെ കോരി എടുത്ത് നോക്കാണെങ്കിൽ പോകട്ടോ. എന്നാലേ പെട്ടെന്ന് പണി ചെയ്യുള്ളൂ. അപ്പോൾ അത് രണ്ടാളും ഇറങ്ങിയിട്ട് മേലെ തപ്പി പിടിക്കാനുള്ള പരിപാടി കേട്ടോ. മീനെ തപ്പി നോക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മീൻ അറിയണത് നമ്മുടെ ഡോട്ടഡ് കാറ്റ് ഫിഷ് ആട്ടോ. ഡോട്ടഡ് കാറ്റ് ഫിഷാണ് സാധനം ഏറ്റവും കൂടുതൽ കണ്ടത്. പിന്നെ അതിൽ രണ്ട് സക്കരക്കാരനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ പിടിച്ചിട്ടൊന്നും ഇവിടുന്ന് പോവുള്ളൂ. പിന്നെ പണ്ട് മുതലേ വയലിലാണെന്നുണ്ടെങ്കിലും തോട്ടിലാണെന്നുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ പരിപാടി നമ്മൾ ക്രേസുള്ള പരിപാടി തന്നെ കേട്ടോ. എല്ലാ സമയത്തും മീൻ പിടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയ സമയത്ത് തന്നെ നമ്മളെല്ലാവരും കൂടി മോട്ടറൊക്കെ വാടകയ്ക്ക് എടുത്ത് സെറ്റായിട്ട് വന്നാട്ടോ. വലിയ ആഴമില്ലാത്തതുകൊണ്ട് നമ്മൾ പേടിക്കാനൊന്നുമില്ല. വയൽ പ്രദേശമായതുകൊണ്ട് തന്നെ റിങ് ഇറക്കിയ കിണറാണ്. അപ്പോൾ വലിയ ആഴമില്ല. അപ്പോൾ സുഖത്തിൽ നമുക്ക് ഇറങ്ങി കണ്ട് മീനെ പിടിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നീണ്ട പരിശ്രമത്തിന് ശേഷം നമുക്ക് ആദ്യത്തെ മീനിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോരി അവസാനം നമുക്ക് കിട്ടിയ മീൻ സക്കറ കേട്ടോ. ആദ്യത്തെ വലിയ സക്കറ തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ട്.
നമ്മൾ ചളി നല്ലോണം കലക്കിക്കൊണ്ട് തന്നെ മീനുകൾ പെട്ടെന്ന് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോരിയെടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഈ കാറ്റ് ഫിഷ് സാധനം മാത്രമേ ചളിയിൽ പൂണ്ട് കിടക്കുകയുള്ളൂ. അവനെ കിട്ടിയ സക്കർ ഇതാട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗോൾഡൻ കളർ സക്കർ തന്നെയാണ്. അവനെ ഫസ്റ്റ് മീനെ കിട്ടിയ സമയത്ത് നമുക്ക് ആവേശം കൂടുതൽ കൂടിട്ടോ, കാരണം ഇതിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ മീനൊക്കെ ചത്തുവും. കാരണം എല്ലാത്തിനും നമ്മളിന്ന് പിടിച്ചിട്ടേ പോവുള്ളൂ. ഫുഡും കാണുന്നത് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതിൽ കിടന്ന് ചത്തുവാനേ വഴിയുള്ളൂ. അപ്പോൾ എല്ലാത്തിനും നമ്മളിന്ന് പിടിക്കും. രണ്ടാമത് കിട്ടിയ നമ്മളെ കാറ്റ് ഫിഷ് ആട്ടോ, നമ്മൾ പറഞ്ഞാൽ ഡോട്ടഡ് കാറ്റ് ഫിഷാണ്. ഈ സാധനം ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഇതിനെ പിടിക്കാൻ കുറച്ച് പാടുള്ള പരിപാടി കേട്ടോ, കാരണം അടിയിൽ ചളിയിൽ കിടന്ന് പൂണ്ടിട്ടായിരിക്കും കിടക്കുകയുള്ളൂ. അപ്പോൾ അതിനെ എടുത്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ കിട്ടുന്നതിനെ വേഗം പിടിച്ച് കരയിലേക്ക് കയറ്റത്തിന് കേട്ടോ. ഇല്ല പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി. ഇവർ ചളി കലക്കാൽ തന്നെ ഈ ചളീനടിയിൽ പതുങ്ങി കിടന്ന് കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ അവന്മാർ എത്ര ചളി കിടന്ന് പൂണ്ടാലും നമ്മളിവിടെ പിടിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ ഫുഡ് കിട്ടാത്ത ചെറിയ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഫുഡ് കിട്ടാത്തതിൻ്റെ പ്രശ്നം നല്ല അറിയുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ നല്ല വലുപ്പമുണ്ട്. ഇവന്മാരെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായതുകൊണ്ട് തന്നെ ടാങ്കിൽ ഇട്ടാൽ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അവൻ ഒരുവിധം എല്ലാത്തിനും പിടിച്ച് നമ്മൾ ബക്കറ്റിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ പരിപാടി നമ്മൾ തീർത്തിട്ടുണ്ട്. അവൻ്റെ മോട്ടറും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകട്ടോ. നമ്മൾ വീട്ടിലെത്തി എല്ലാത്തിനും നിലത്ത് ചൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നമ്മൾ ഫ്രണ്ട്സും കൊണ്ടുപോയിട്ടുണ്ട്, കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ടാങ്കിലിടാൻ വേണ്ടിയിട്ട്. ഇതിൽ അധികം ഡോട്ടഡ് കാറ്റ് ഫിഷ് തന്നെയാണ്. ഇവന്മാർ വലുപ്പം വെച്ച് നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല വൈറ്റും ബ്ലാക്കും കളറായതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാൻ വേണ്ടി നമ്മൾ ടാങ്കിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഫുഡ് കിട്ടാത്തതിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ അറിയുന്നുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ടാങ്കിലിട്ട് നല്ല രീതിയിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായി വന്നോളും. ഇതിൽ ആർക്കും വേണ്ട സാധനം എന്ന് പറയുമ്പോൾ സക്കരക്കാറ്റ് തന്നെ കേട്ടോ. 2 സക്കരക്കാറ്റുകളുണ്ട്. ഇവർക്ക് ഫുഡിൻ്റെ മെയിൻ പ്രശ്നം വരാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല സൈസായിട്ട് അടിപൊളി വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറും ഉണ്ട്, ഒരു നോർമൽ കളറും ഉണ്ട്. പിന്നെ സക്കരക്കാരൻ നമ്മൾ ഒഴിവാക്കുന്നില്ല, നമ്മൾ ടാങ്കിലേക്ക് ഇറക്കി ഇടുന്നുണ്ട്. അവിടെ കിടന്ന് വലുതായിക്കോളും. ഇനി വലുതാവുന്ന മാക്സിമം സൈസ് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ താര വരാട്ടോ ഡോട്ടഡ് കാറ്റ് ഫിഷ് നല്ല ഭംഗിയുടെ അവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്കിലേക്ക് മെല്ലെ ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കിടന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇതുപോലത്തെ മീൻ പിടുത്തം നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്ന കേട്ടോ. രാത്രിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോണതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.